നമസ്കാരം. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു സ്ഥാനം ഈ ലോകത്തുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത, നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത, നിങ്ങളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യണം അതേക്കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഈ വ്യക്തിയോടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് മാറ്റുക എന്നുള്ളതാണ്. അത് മാറ്റി ആ പഴയ ആറ്റിറ്റ്യൂഡ് മാറ്റി പുതിയൊരു ആറ്റിറ്റ്യൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം തന്നെയല്ല, ആ വ്യക്തി നിങ്ങളിൽ നെഗറ്റീവായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. ഒരുപക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസം കുറവായിരിക്കും, അതുകൊണ്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് നമ്മൾ മനഃപൂർവ്വം പ്രാധാന്യം കുറച്ച് കാണണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ചിന്തയെ അല്ലെങ്കിൽ അഭിപ്രായത്തെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാത്രമാണ്. അപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ അവരോട് പിണങ്ങുക, അവരെന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുക, അവരോട് ദേഷ്യം കാണിക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യത്തിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, ആ രീതിയിലുള്ളൊരു റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ വേണ്ടത്. തന്നെയല്ല, ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ അവരോട് വഴക്കിടരുത്, തർക്കിക്കരുത്, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് നെഗറ്റീവായിട്ട് പറയുകയും ചെയ്യരുത്. ഈ അവസരത്തിൽ ഒരു ശത്രുവായിട്ട് നിങ്ങൾ അവരെ കാണുകയും ചെയ്യരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ എപ്പോഴും അവരെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിക്കും. നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം, നെഗറ്റീവ് ആണെങ്കിൽ ഒരു സ്ഥാനം ഓട്ടോമാറ്റിക്കായിട്ടായി വരും. മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്താൻ നോക്കുക, നിങ്ങളുടെ പേഴ്സണാലിറ്റി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ കാര്യത്തിനകത്ത് നിങ്ങൾ ബിസി ആവാൻ നോക്കുക. നാലാമതായിട്ട് നിങ്ങളുടെ ഹെൽത്ത് മാക്സിമം കൂട്ടാൻ നോക്കുക. നല്ല ഹെൽത്താണ് കോൺഫിഡൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനം. തന്നെയല്ല, ഈ വ്യക്തിയായിട്ട് നിങ്ങൾ സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ മെച്ചപ്പെട്ട ആളാണ് എന്ന് കാണിക്കാനായി പെർഫോം ചെയ്യരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ആൾക്ക് നിങ്ങളോടൊരു മനോഭാവം ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നിങ്ങളിലുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം, മറ്റുള്ളവരിൽ കൂടി ആണെങ്കിലും അതറിയുന്നുണ്ട്. ഇവിടെ അവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് വരുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം കൂടും.